നമസ്കാരം. യുവ ഡോക്ടറെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന വാദം തെറ്റെന്ന് റാപ്പർ വേടൻ. തനിക്കെതിരെ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ലെന്നും വേടൻ കോടതിയിൽ വാദിച്ചു. അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും അതിനാൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നും വേടന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. ഇത്തരം കേസുകളിലെ സുപ്രീം കോടതിയുടെ മുൻ വിധിന്യായങ്ങളും വേടന്റെ അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിച്ചു. എന്നാൽ പരാതിക്കാരിയുമായിട്ടുള്ള ബന്ധമോ സാമ്പത്തിക ഇടപാടുകളോ വേടൻ നിഷേധിച്ചില്ല. വേടന് ജാമ്യം നൽകുന്നതിനെ കക്ഷി ചേരാനെത്തിയ യുവ ഡോക്ടർ എതിർത്തു. താൻ മാത്രമല്ല പീഡനത്തിന് ഇരയായതെന്നും വേടനെതിരെ കൂടുതൽ പെൺകുട്ടികൾ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ടെന്നും പരാതിക്കാരി അറിയിച്ചു. നിരവധി പേരെ ഇയാൾ സ്വഭാവ വൈകൃതത്തിലൂടെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കോടതിക്ക് മുന്നിൽ എത്തിയിട്ടില്ലെന്ന് ജസ്റ്റിസ് ബെച്ചു കുര്യൻ നിരീക്ഷിച്ചു. തുടർന്നാണ് രേഖകൾ ഹാജരാക്കുന്നതിനായി പരാതിക്കാരിക്ക് സമയം അനുവദിച്ചത്. കേസിൽ റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ജാമ്യാപേക്ഷയിൽ പരാതിക്കാരി കൂടി കക്ഷി ചേർന്നതോടെ വേടനെതിരെ കൂടുതൽ രേഖകൾ ഹാജരാക്കാനും പരാതിക്കാരിക്ക് കോടതി സമയം അനുവദിച്ചു. പോലീസിന്റെ വിശദീകരണം കേട്ടതിനു ശേഷം വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കാൻ മാറ്റിവെച്ചതായിരുന്നു കോടതി. എന്നാൽ ഇന്ന് വാദം കേട്ട കോടതിക്ക് മുമ്പാകെ പരാതിയെക്കുറിച്ചും അതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നുമാണ് വേടന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. അതിനിടയിലാണ് വേടനെതിരെ 2 യുവതികൾ കൂടി ലൈംഗിക അതിക്രമ പരാതികളുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിക്കുന്നതും. ഒരാൾ 2020-ലും മറ്റൊരാൾ 2021-ലും വേടനിൽ നിന്ന് അതിക്രമം നേരിട്ടുവെന്നാണ് പരാതിയിൽ പറയുന്നത്. യുവ ഡോക്ടറുടെ പീഡന പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ വേടനെ ഇതുവരെയും പോലീസിന് പിടികൂടാനായിട്ടില്ല. ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസും പോലീസ് പുറത്തിറക്കിയിട്ടുണ്ട്. കൂടുതൽ പരാതികളുള്ള സാഹചര്യത്തിൽ കേസ് ഗൗരവത്തോടെയാണ് കോടതി പരിഗണിക്കുന്നത്. ഇത്തവണ വേടനെതിരെ 2 പെൺകുട്ടികളാണ് പരാതിയുമായി രംഗത്ത് വന്നതെന്നതാണ് ശ്രദ്ധേയം. പരാതി നൽകിയവരിൽ ഒരാൾ ദളിത് സംഗീതത്തിൽ ഗവേഷണം നടത്തുന്നയാളാണ്. വേടന്റെ അത്തരം പാട്ടുകൾ കേട്ടാണ് വേടനെ വിളിച്ചതും പരിചയപ്പെട്ടതും. ആ പരിചയം സൗഹൃദമായി. ഇതിനുശേഷം പലയിടങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് ഈ പെൺകുട്ടിയുടെ പരാതി. 2021-ലാണ് പീഡനം നടന്നതെന്ന് പറയുന്നു. രണ്ടാമത്തെ പരാതിക്കാരിയും കലാരംഗവുമായി ബന്ധമുള്ളയാളാണ്. വേടനോട് ആരാധന തോന്നിയാണ് പരിചയപ്പെട്ടത്. ഫോണിൽ വിളിച്ച് പരിചയപ്പെട്ട ശേഷം ആദ്യമായി കണ്ടപ്പോൾ തന്നെ പീഡിപ്പിച്ചെന്നും പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നു. 2020-ലാണ് ഇക്കാര്യമെന്ന് പറയുന്നു. ഇമെയിലായി നൽകിയ പരാതിയിൽ കുറച്ച് വിവരങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. മുഖ്യമന്ത്രിയെ നേരിൽ കാണണമെന്നും കൂടുതൽ തെളിവുകൾ കൈമാറാനുണ്ടെന്നുമാണ് പരാതിയിൽ പറയുന്നത്. അതേസമയം പരാതിക്കാരികളെ മുഖ്യമന്ത്രി നേരിൽ കാണാൻ സാധ്യതയില്ല. പരാതി നിലവിൽ കേസ് അന്വേഷിക്കുന്ന പോലീസിന് കൈമാറിയേക്കും. അങ്ങനെയെങ്കിൽ വേടന് കുരുക്കുമുറുകയാണ്. ഈ 2 പേരും നേരത്തെ വേടനെതിരെ മീറ്റു ആരോപണവും ഉന്നയിച്ചിരുന്നു. നിലവിൽ കഴിഞ്ഞ മാസം 31-ന് യുവ ഡോക്ടർ നൽകിയ ബലാത്സംഗ പരാതിയും വേടനെതിരെ നിലനിൽക്കുന്നുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നായിരുന്നു ഈ പരാതി. എന്നാൽ വേടനെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. വിദേശത്തേക്ക് പോകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൂടിയാണ് നടപടി. 2 വർഷത്തിനിടെ ലഹരിയടക്കം ഉപയോഗിച്ച് 6 തവണ പലയിടങ്ങളിൽ വെച്ച് വേടൻ പീഡിപ്പിച്ചു. 2023 മാർച്ചിൽ ടോക്സിക് എന്ന് വിശേഷിപ്പിച്ച് വേടൻ ബന്ധത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തുവെന്നാണ് ഡോക്ടറുടെ പരാതിയിൽ പറയുന്നത്. എന്നാൽ ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു ഡോക്ടറുമായി ഉണ്ടായിരുന്നതെന്നും പിണങ്ങിക്കഴിഞ്ഞപ്പോൾ ആരോപണം ഉന്നയിക്കുകയാണെന്നുമായിരുന്നു ജാമ്യ ഹർജിയിൽ വേടൻ വാദിച്ചത്. തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിലാണ് വേടൻ ഒളിവിൽ പോയിരിക്കുന്നത്. 2021 ഓഗസ്റ്റ് 1-നും 2023 മാർച്ച് 31-നും ഇടയിൽ പലതവണകളായി വേടൻ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തുവെന്നായിരുന്നു ഡോക്ടറുടെ മൊഴി. കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ വെച്ച് ബലാത്സംഗം ചെയ്തുവെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു. യുവ ഡോക്ടറുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തതും. ലഹരിമരുന്ന് ഉപയോഗിച്ച ശേഷം പീഡിപ്പിച്ചെന്നാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത്.